നിരന്തരമായിട്ട് ക്യാമ്പസിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ക്യാമ്പസിൽ ഫ്രട്ടേണിറ്റി വുമൻറ്റിൻ്റെയും കെ എസ് യുവിൻ്റെയും നിരന്തരമായിട്ടുള്ള അക്രമ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കലാലയ യൂണിയൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാ നിലക്കും മുടക്കുക, ആ പ്രവർത്തനങ്ങൾ ക്യാമ്പസിൽ നടത്തരുത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള നിരവധി ആക്രമണങ്ങൾ നടക്കുന്നത്. ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഇന്നലെ നമ്മുടെ എം ജി യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാടകോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശീലനം നടക്കുന്നുണ്ട്. ക്യാമ്പസിൽ രാവും പകലില്ലാത്ത പരിശീലനമാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ നാടകോത്സവത്തിൻ്റെ ചുമതല സഖാവ് നാസറിനാണ്. ഈ നാടകോത്സവ പരിശീലനം കഴിഞ്ഞ് താഴേക്ക് മഹാരാജൻ്റെ കെട്ടിടത്തിന് താഴേക്ക് എത്തുമ്പോൾ നടുവിൽ വെച്ചിട്ട് ഫ്രട്ടേണിറ്റി വുമൻറ്റിൻ്റെയും കെ എസ് യുവിൻ്റെയും പ്രവർത്തകർ, ഒരു 17 അംഗ സംഘ പ്രവർത്തകർ വന്ന് യാതൊരു പ്രലോഭനവും ഇല്ലാതെ വടിവാള്, ബിയർ കുപ്പിയുടെ ബോട്ടിൽ, മരക്കഷ്ണങ്ങൾ, വലിയ മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സഖാവിനെ ആക്രമിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും കുത്തും മുറിവുകളും ഉണ്ട്. ശരീരമാസകലം വലിയ പരിക്കാണ് പറ്റിയിട്ടുള്ളത്. ജനറൽ ആശുപത്രി കൊണ്ട് അവിടെയും പ്രശ്നങ്ങളുണ്ടായിരുന്നു. ജനറൽ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ സഖാവിനെ എത്തിച്ചു. ഈ സമയത്ത് തന്നെ ക്യാമ്പസിലേക്ക് എസ് എഫ് ഐക്കാരെല്ലാവരും വരികയും രണ്ട് പ്രതികളെ പിടിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പ്രതി അമൽ ടോമിയാണ്, കെ എസ് യുവിൻ്റെ അസംബ്ലി സെക്രട്ടറിയാണ്. മറ്റൊരാൾ ബിലാലാണ്, ഫ്രട്ടേണിറ്റി വുമൻറ്റിൻ്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ചിട്ടുള്ള ഒരാളാണ്. അമൽ ടോമിയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കെ എസ് യു പാനലിൽ നിന്ന് മത്സരിച്ച ആളാണ്. ഈ നിലയ്ക്ക് ഫ്രട്ടേണിറ്റിയും കെ എസ് യു സംയുക്തമായിക്കൊണ്ടുള്ള ഒരു അക്രമമാണ് കലാലയ യൂണിയനിലും എസ് എഫ് ഐക്ക് എതിരായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്.